എംഎൽഎമാരിൽ പകുതിയോളം പേർ മറുകണ്ഠം ചാടി പ്രതിസന്ധിയിലാണ് തെലങ്കാനയിലെ കോൺഗ്രസ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങൾ ചർച്ചയാക്കി ഗുണമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. തൊട്ടുമുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 19-ൽ 9 പേർ ഇതിനകം TRSനൊപ്പം പോയി കഴിഞ്ഞു. എന്നാൽ പോയത് നേതാക്കൾ മാത്രമാണെന്നാണ് നേതൃത്വം കരുതുന്നത്. TRSന്റെ പണക്കൊഴുപ്പ് രാഷ്ട്രീയം വോട്ടർമാർ തള്ളിക്കളയുമെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. നൂറുകണക്കിന് കോടി ഉറുപ്പികയാണ് ക്യാഷായിട്ട് മുഖ്യമന്ത്രി MLA-മാർ അതിൻ്റെ പ്രലോഭനത്തിൽ ചില MLA-മാർ പെട്ടു എന്നല്ലാതെ സാധാരണ ജനങ്ങൾ ഇന്നും കോൺഗ്രസിൻ്റെ കൂടിയാണ്. പ്രവർത്തകർ 99% പ്രവർത്തകരും ഇന്നും കോൺഗ്രസിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ 1, 2 അല്ലെങ്കിൽ 8, 10 നേതാക്കന്മാർ MLA-മാർ പോയി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംഘടനയെ ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല. 2 സീറ്റുകളാണ് 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത്. നാഗർകുർണൂരിലും നൽഗോണ്ടയിലുമാണ് പാർട്ടി വിജയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KCRന്റെ കുടുംബവാഴ്ചക്കെതിരെ വോട്ട് ചോദിച്ചപ്പോൾ ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ കൊള്ളരുതായ്മകൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചരണം. കേന്ദ്രത്തിൽ കർഷകാനുകൂല നിലപാടെടുക്കാൻ BJPക്ക് ബദലായി കോൺഗ്രസ് വേണമെന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി. ജനകീയരായ സ്ഥാനാർത്ഥികളാണ് തങ്ങളുടേതെന്ന ആത്മവിശ്വാസവുമുണ്ട് പാർട്ടിക്ക്. ഹൈദരാബാദിൽ നിന്നും ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബുവിനൊപ്പം ഇർഷാദ് പടന്ന മീഡിയ 1.